ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മസാലയാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, റോസ്റ്റ് പോലെയല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, എന്നാലേ ഇതിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കുക. നമ്മൾ സാധാരണ ചിക്കൻ മുളക് ഇടുന്നത് പോലെയൊക്കെ തന്നെയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ ഇതിലേക്ക് ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് പേസ്റ്റ് ആക്കരുത്, ജസ്റ്റ് അതൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ബൾബ് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ചതച്ചെടുത്താണ് അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ വേറെ എക്സ്ട്രാ പച്ചമുളക് കീറിയിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അവക്കണ്ട് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. ഒരു 2 തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കണം. എല്ലാം അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. എന്നിട്ട് വേണം ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 2 വലിയ തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളിനെ ഇതിനായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിതിൽ പുളിയൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, തക്കാളിയുടെ ഒരു ചെറിയ പുളിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തക്കാളി ഒരു 2 വലിയ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കുക. അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ തക്കാളി വെന്ത് കിട്ടും. അല്ലാതെ തുറന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തക്കാളി വഴന്ന് കിട്ടും. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം. ഇനി നമ്മളിതിൻ്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 വലിയ ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചേർക്കാം, നമ്മളിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ വേറൊരു ഫ്ലേവറിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തീ നല്ല ലോയിലാണ് ഇട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഉപ്പിട്ടത് സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടുണ്ടാകുന്നുള്ളൂ. ഇനിയിപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഫുള്ളായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നല്ല ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എല്ലാതും പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് പച്ചവെള്ളമാണ്. പച്ചവെള്ളം ഒരു പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒഴിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒരുപാട് അങ്ങോട്ട് വാട്ടറി ആവുകയും ചെയ്യരുത്, നല്ല അങ്ങോട്ട് തിക്കുമാവുകയും ചെയ്യരുത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചെമ്മീൻ വേവാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം എന്താണെങ്കിലും വറ്റി വരും, അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വെച്ചിരുന്ന ചെമ്മീനാണ്, അപ്പോൾ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത്ര തന്നെ ഉള്ളൂ. ഇനി ചെമ്മീൻ വന്നാൽ നമുക്ക് അടിപൊളി ചെമ്മീൻ മസാല റെഡി. ചെമ്മീൻ വേവാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കുന്നുണ്ട്, 15-20 മിനിറ്റോളം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചെമ്മീൻ നല്ല വെള്ളം വരും ചെയ്യും, അത് നന്നായിട്ട് വേവും ചെയ്യും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നമ്മളിവിടെ നിന്ന് പൊറാട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്.
അപ്പോൾ പൊറാട്ടയുടെ കൂടെയുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. ചിക്കൻ മാത്രമല്ല, ചിക്കനും ബീഫും മാത്രമല്ല, നമുക്ക് ചെമ്മീനും പൊറാട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ മുളകായിട്ട് വെക്കും, മുളക് കറിയായിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊരു പാകത്തിനുള്ളൊരു കുറുക്കത്തിൽ വരണം. അപ്പോഴാണ് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് വെള്ളമായാലും നന്നായിട്ട് തിക്കായാലും വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കുറുക്കി വരണം. കണ്ടോ, അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വറ്റി പാകത്തിനായിട്ട് വരണം. അപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ അത്യാവശ്യം കുറുകി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് കുറുകി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂട് പൊറാട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്താണെങ്കിലും ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനുള്ള സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.